ഇന്ന് CPIM-ൻ്റെ 24-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള കേരള സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുന്നതിൻ്റെ മുന്നോടിയായി സഖാവ് N. ശ്രീധരൻ എന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖ നേതാവായിരുന്ന സഖാവ് N. ശ്രീധരൻ്റെ NS എന്നെല്ലാവരും വിളിക്കുന്ന സഖാവ് N. ശ്രീധരൻ്റെ ചരമദിനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ പാർട്ടി ഘടകങ്ങളും അവരുടെ ഓഫീസുകളുമെല്ലാം ഇന്ന് ചെമ്പതാക ഉയർത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ മുമ്പിൽ ഇപ്പോൾ പതാക ഉയർത്തിയിരിക്കുന്നത്. സമ്മേളനം ഒരു വലിയ സംഭവമായി മാറുന്നു എന്നുള്ളതാണ് കൊല്ലം ജില്ലയിൽ നിന്നും അതിൻ്റെ അനുബന്ധ പരിപാടിയുടെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വിവരം. ഒരു ജനകീയ വിദ്യാഭ്യാസ പ്രസ്ഥാനം പോലെയാണ് പാർട്ടി സമ്മേളനങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. പുതിയ കമ്മിറ്റിയും ഭാരവാഹിയും തിരഞ്ഞെടുപ്പ് മാത്രമല്ല, അതത് മേഖലയിലെ ജനങ്ങളെ ആകെ അണിനിരത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ഒരു ജനകീയ വിദ്യാഭ്യാസ പ്രസ്ഥാനം സർവതല സ്പർശിയായ മേഖലയിൽ കായിക മേഖല ഉൾപ്പെടെ സാംസ്കാരിക, സാഹിത്യ, സിനിമ ഉൾപ്പെടെ എല്ലാ മേഖലയിലും വളരെ ഫലപ്രദമായ രീതിയിലുള്ള ചർച്ചയും സംവാദങ്ങളും വിവിധ പരിപാടികളും മത്സരങ്ങളും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സമ്മേളനങ്ങൾക്ക് എല്ലാ പിന്തുണയും ഉണ്ടാവണം എന്നാണ് മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. പതാക ദിനത്തിൻ്റെ അന്ന് തലേദിവസമാണ് പത്തനംതിട്ടയിൽ ഒരു CPM പ്രവർത്തകൻ RSS പ്രവർത്തകർ കൊലപാതകം നടത്തിയത്. പത്തനംതിട്ടയിലെ പ്രമുഖരായ BJP പ്രവർത്തകർ ഉൾപ്പെടെ നിരവധിയായ ആളുകൾ CPIM-ലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, നൂറുകണക്കിന് ആളുകൾ. അതിന് തടയിടാൻ അവർ കണ്ടെത്തിയ മാർഗമാണ് യഥാർത്ഥത്തിൽ കൊലപാതക രാഷ്ട്രീയം. സംഘടനാ രംഗത്ത് സജീവമായി നിൽക്കുന്ന ചുമട്ട് മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനെയാണ് RSS BJP സംഘം മൃഗീയമായിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്നത്. കൊലപാതകത്തെ അതിശക്തിയായിട്ട് പ്രതിഷേധിക്കുകയാണ്. കൊലപാതക രാഷ്ട്രീയം വ്യക്തമായ പ്ലാൻ ചെയ്ത് അവതരിപ്പിച്ച ഒരു പ്രസ്ഥാനമാണ് RSS. 1980-കളിൽ കേരളത്തിൽ തന്നെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കണ്ണൂർ ജില്ലയിലായിരുന്നു. കണ്ണൂർ ജില്ലയെ RSSകാർ അതിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം ദത്തെടുത്തിട്ട് പ്രഖ്യാപിച്ചത് കണ്ണൂരിൽ CPIM ഇനി ഉണ്ടാവില്ല എന്നാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു തീയതി കൃത്യമായിട്ട് തീരുമാനിച്ച് കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്നുള്ള ആളുകൾ തലശ്ശേരി താലൂക്കിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ സംഘടിച്ച് അന്ന് സജീവമായിരുന്ന ബീഡി കമ്പനിയിലേക്ക് നിശ്ചിത സമയത്ത് കടന്നു ചെല്ലുകയും നിരവധിയായ പ്രവർത്തകരെ വെട്ടി, അതുപോലെ തന്നെ പരിക്കേൽപ്പിച്ച് തടത്തിൽ ബാലൻ ഉൾപ്പെടെയുള്ള സഖാക്കളെ കൊന്നു. അപ്പോഴാണ് പരിചയമില്ലാത്ത ആളുകൾ കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് എത്തിച്ചേർന്നാണ് ഈ പ്രക്രിയ നടത്തിയത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. പിന്നീട് അവിടെ ഈ അക്രമം നടത്തി തിരിച്ചു പോകുമ്പോൾ ചാലിൽ വീണ് മരിച്ചുപോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നീടാണ് പോലീസിന് തന്നെ മനസ്സിലായത് അദ്ദേഹം അത്തോളിക്കാരനാണ്. അത്തോളിയിലെ തനി ക്രിമിനൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള RSS നേതാവാണ് യഥാർത്ഥത്തിൽ അന്ന് മരിച്ചത്. അന്നവർ ഉദ്ദേശിച്ചത് CPM-നെ ശക്തിയായ രീതിയിലുള്ള കടന്നാക്രമത്തിലൂടെ തകർക്കാൻ കഴിയുമെന്നാണ്. പക്ഷേ അവർ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കിയതാണ് അത് സാധിക്കില്ല എന്ന്. അതിനുശേഷം അക്രമങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല. പലപ്പോഴും ഈ പറയുന്ന രീതിയിൽ കണ്ണൂരിൽ നടത്തിയിട്ടുള്ളത് പോലുള്ള സംഘർഷം സംസ്ഥാനാടിസ്ഥാനത്തിൽ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുക എന്നുള്ള അജണ്ട അവർ അവസാനിപ്പിച്ചിരുന്നു. ഇപ്പോഴും പത്തനംതിട്ടയിലുണ്ടായത് CPIM-ലേക്ക് ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക്
RSSൻ്റെയും BJPയുടെയും നിരവധിയായ കേഡർമാരും പ്രവർത്തകരും കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർ പാർട്ടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അവിടെ അതിന് തടയിടാൻ ഭീതിജനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഈ കൊലപാതകം സംഘടിപ്പിക്കുന്നത്. ഈ കൊലപാതകത്തെ അതിശക്തിയായിട്ട് കേരളം പ്രതിഷേധിക്കണം എന്നാണ് CPIM-ന് വേണ്ടി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കൊലപാതക രാഷ്ട്രീയം കൊണ്ട് ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന അനുഭവം ഈ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ സഖാവ് കോടിയേരി തന്നെ പറഞ്ഞത്, ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും ഭാഗമായിട്ടുള്ള ആളുകൾ ശ്രമിക്കണം. ഞങ്ങൾക്ക് എതിരായിട്ട് കടന്നാക്രമണത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോഴും അതിനെ ജനകീയമായിട്ടാണ് ഞങ്ങൾ പ്രതിരോധിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചു. ആ നിലയിൽ ഞങ്ങളിതിനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു ജനകീയ പ്രതിരോധത്തോടെ ഇതിനെ എതിർക്കുക, പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.